കേരളീയ രംഗകലകളിൽ എക്കാലവും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് തുള്ളൽ. നമ്മുടെ പരമ്പരാഗത നാടൻ കലകളിൽ നിന്നും പലതും കടം കൊണ്ട് 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ഒരു ക്ഷേത്രകലയാണ് ശീതങ്കൻ, പറയൻ, ഓട്ടൻ എന്നീ വിഭജനങ്ങളോട് കൂടിയ തുള്ളൽ. ഇവ ഓരോന്നിനും പ്രത്യേകമായ ചിട്ടകളും വേഷവിധാനങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ ഓട്ടൻ തുള്ളലിനാണ് ഏറെ പ്രാധാന്യം കൈവന്നത്. എന്നാൽ വിഭജനങ്ങൾ നിലനിൽക്കെ തന്നെ ഓട്ടൻ തുള്ളൽ എന്ന ഒരു സാമാന്യ വിശേഷണത്താലാണ് ഈ കല അറിയപ്പെടുന്നത്. കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ട കുഞ്ചൻ നമ്പ്യാരുടെ ജീവിത കാലഘട്ടം 18-ാം നൂറ്റാണ്ടായിരുന്നു. നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര. തുള്ളൽ എന്ന കലാപ്രസ്ഥാനത്തിനും സാഹിത്യരൂപത്തിനും തുടക്കം കുറിക്കുകയും അതിനെ പരമാവധി പരിപോഷിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തത് കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി സുപ്രസിദ്ധമായ ഒരു ഐതിഹ്യമുണ്ട്. കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിക്കുന്ന കാലം. അന്ന് ക്ഷേത്രത്തിൽ നടന്നിരുന്ന കലകളുടെ കൂട്ടത്തിൽ ചാക്യാർ കൂത്തിനായിരുന്നു പ്രഥമ സ്ഥാനം. അന്നത്തെ അതിവിദഗ്ധനായിരുന്ന ചാക്യാർ ഒരിക്കൽ കൂത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മിഴാവ് കൊട്ടിയിരുന്നത് കുഞ്ചൻ നമ്പ്യാരായിരുന്നു. ചാക്യാർ ശ്ലോകം ചൊല്ലി നിർത്തി. മിഴാവ് കൊട്ടേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ നമ്പ്യാർ ഉറങ്ങിപ്പോയി. അതു രസിക്കാത്ത ചാക്യാർ നമ്പ്യാരെ ആ സദസ്സിൽ വെച്ച് കണക്കിനു കളിയാക്കി. ചാക്യാർ തൊടുത്തുവിടുന്ന ഏതുതരം പരിഹാസങ്ങളും ശകാരങ്ങളും അന്നത്തെ പ്രേക്ഷകരായ സഹൃദയരും മറ്റും സഹിക്കുകയേ ചെയ്തിരുന്നുള്ളൂ. ചാക്യാരോട് മറുത്തൊന്നും പറയാൻ രാജാക്കന്മാർക്ക് പോലും നിവൃത്തിയില്ല. അത്രയ്ക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന കലാകാരനായിരുന്നു ചാക്യാർ. അന്നത്തെ ചാക്യാരുടെ പരിഹാസമെല്ലാം കുഞ്ചനും സഹിച്ചു. പക്ഷെ പിറ്റേ ദിവസം ചാക്യാർ കൂത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്പ്യാർ പക പോക്കാൻ എന്ന വണ്ണം തൊട്ടടുത്തുള്ള കളിത്തട്ടിൽ കയറി. താളമേളങ്ങളോടും പുതിയ വേഷവിധാനത്തോടും സംഗീതാലാപനത്തോടും കൂടി ഒരു നൂതന കല പ്രദർശിപ്പിച്ചു തുടങ്ങി. കൂത്ത് കേട്ടിരുന്നവരെല്ലാം അത് കാണാനും കേൾക്കാനുമായി അങ്ങോട്ടേക്കോടി. ചാക്യാർ സദസ്യർ ആരുമില്ലാതെ വിഷണ്ണനായി നിന്നു. അങ്ങനെ നമ്പ്യാർ തലേ ദിവസം തന്നെ കണക്കറ്റു പരിഹസിച്ച ചാക്യാരോട് പകരം വീട്ടി. കല്യാണ സൗഗന്ധികമായിരുന്നു നമ്പ്യാർ ആദ്യമായി അരങ്ങേറിയ കഥ. ഈ ഐതിഹ്യത്തിന്റെ വിശ്വാസ്യതയെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിൽ നോക്കിയാൽ അസംഭാവ്യമായി ഒന്നും തന്നെ ഇല്ല ഈ ഐതിഹ്യകഥയിൽ എന്നും പലരും വാദിക്കുന്നു. ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടുന്നത് നമ്പ്യാന്മാരാണല്ലോ. കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ വന്ന് താമസമാക്കിയ കാലത്ത് തൻ്റെ കുലത്തൊഴിലിൽ ഏർപ്പെടുക എന്നത് സാധാരണമാണ്. നമ്പ്യാരെപ്പോലെ പ്രതിഭാശാലിയും ബുദ്ധിമാനും ചെറുപ്പക്കാരനുമായ ഒരാൾ ചാക്യാരുടെ കളിയാക്കലിൽ അമർഷം കൊള്ളുകയും ആ ചാക്യാരെ ഒന്ന് പറ്റിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തെങ്കിൽ അതും സ്വാഭാവികമാണ്. ഇനി കല്യാണ സൗഗന്ധികം പോലൊരു കൃതി ഒരു രാത്രി കൊണ്ട് നമ്പ്യാർക്ക് എഴുതാൻ കഴിയുമായിരുന്നോ എന്നാണെങ്കിൽ തൽക്കാല ആവശ്യത്തിന് കുറെ എഴുതി പിന്നീട് അത് പൂർത്തിയാക്കിയതാവാം എന്ന് വിചാരിക്കുന്നതിൽ യുക്തിയുണ്ട്. കിളിപ്പാട്ട്, മഞ്ചിപ്പാട്ട്, ഹംസപ്പാട്ട്, തിരുവാതിരപ്പാട്ട്, പാന തുടങ്ങിയ സാഹിത്യരൂപങ്ങളിലും മണിപ്രവാളത്തിലും കവിത രചിച്ച് ഇതിനകം തന്നെ നല്ല തഴക്കം സിദ്ധിച്ചിരുന്ന നമ്പ്യാർക്ക് തുള്ളൽപ്പാട്ട് എഴുതുന്നതിന് പ്രയാസമുണ്ടായിരുന്നിരിക്കില്ല. കല്യാണ സൗഗന്ധികം കഥയാണെങ്കിൽ അതും ഇതിഹാസ പ്രസിദ്ധമാണല്ലോ. പുതിയ കഥയും പുതിയ വൃത്തവും തേടി നമ്പ്യാർക്ക് എങ്ങും പോകേണ്ടി വന്നില്ല. പ്രസിദ്ധമായൊരു കഥ. അക്കാലത്ത് പ്രചുര പ്രചാരമായിട്ടുണ്ടായിരുന്ന പാട്ടിന്റെ രൂപത്തിൽ തൻ്റെതായ ചില സംവിധാന ക്രമങ്ങളോടെ ഫലിത പരിഹാസങ്ങൾ ഇടകലർത്തി സാമാന്യ ജനങ്ങൾക്ക് രുചിക്കത്തക്കവണ്ണം അവതരിപ്പിക്കുകയാണ് നമ്പ്യാർ ചെയ്തത്. അത് ജനങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്തു. അമ്പലപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലാണ് നമ്പ്യാർ തൻ്റെ നൂതന കല ആദ്യമായി പ്രചരിപ്പിച്ചത്. അവിടങ്ങളിലെ ധർമ്മദൈവങ്ങളായ തകഴി ധർമ്മശാസ്താവിനെയും മാത്തൂർ ഭഗവതിയെയും മറ്റും നമ്പ്യാർ തൻ്റെ തുള്ളലുകളിൽ സ്മരിക്കുന്നുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനയിതാവായി കുഞ്ചൻ നമ്പ്യാരെ ഒരു പരിധിവരെ മാത്രമേ പല ചരിത്രകാരന്മാർക്കും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. ഈ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് അറിയില്ല. ഹാസ്യപ്രധാനമാണ് തുള്ളൽ കവിതകൾ. തുള്ളൽ ഒരു ദൃശ്യകലയാണ്, ഒപ്പം ശ്രാവ്യവും. അമ്പലപ്പുഴ പ്രദേശങ്ങളിൽ നടപ്പുണ്ടായിരുന്ന
പടയണി എന്ന പ്രാകൃത കലാരൂപം പരിഷ്കരിച്ചാണ് തുള്ളൽ എന്ന ദൃശ്യകല സൃഷ്ടിച്ചതെന്ന അഭിപ്രായമുണ്ട്. കേരളത്തിലെ മിക്ക ജാതിക്കാരുടെയും ഇടയിൽ അവരവരുടേതായ ചില നൃത്ത സമ്പ്രദായങ്ങളും അവയ്ക്ക് യോജിച്ച ഗാനരീതികളും ഇന്നും നിലവിലുണ്ട്. ഇത്തരം അഭിനയങ്ങളും ഗാനരീതികളും കാലക്രമത്തിൽ പരിഷ്കരിക്കപ്പെടുന്നതായി കാണുവാനും കഴിയും. ഇങ്ങനെ അനുക്രമമായി രൂപാന്തരം പ്രാപിച്ചു വന്ന ചില പ്രാചീന നൃത്തകൃതികളാണ് ഒടുവിൽ തുള്ളൽ പ്രസ്ഥാനമായി വികസിച്ചു വന്നത് എന്ന് പലർക്കും അഭിപ്രായമുണ്ട്. സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന തുള്ളലിന് ഏതാണ്ട് 300ഓളം വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. കഥകളിയോട് സാമ്യമുള്ളതാണെങ്കിലും കഥകളിയേക്കാൾ ലളിതമാണ് തുള്ളൽ. ലളിതമായ വേഷവും നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളും തുള്ളലിൻ്റെ പ്രത്യേകതകളാണ്. മിക്കപ്പോഴും ക്ഷേത്രത്തിന് പുറത്താണ് തുള്ളൽ അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ചും തുള്ളൽ അരങ്ങേറാറുണ്ട്. ആദിമ ഗോത്ര സമൂഹത്തിലെ കലാരൂപങ്ങളാണ് ഇവയുടെ പൂർവ്വമാതൃകകൾ. സാഹിത്യരൂപം എന്ന നിലയിലും ജനകീയ കലാരൂപം എന്ന നിലയിലും തുള്ളലിനെ വിലയിരുത്തേണ്ടതുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ജീവിക്കുവാനും അവിടുത്തെ ജനങ്ങളുമായി അടുത്തിടപഴകുവാനും സാധിച്ച നമ്പ്യാർ അന്നു പ്രചാരത്തിലുണ്ടായിരുന്ന പല അനുഷ്ഠാന കലകളിൽ നിന്നും നാടൻ കലാരൂപങ്ങളിൽ നിന്നും ലളിതസുന്ദരങ്ങളായ പല ഘടകങ്ങളും കൂട്ടിച്ചേർത്താണ് തനി കേരളീയം എന്നവകാശപ്പെടുന്ന തുള്ളൽ എന്ന കലാശില്പത്തിന് രൂപം കൊടുത്തത്. കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട ചാക്യാർകൂത്തും പാഠകവും അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പരിമിതമായ വേഷഭൂഷാദികൾ, ചുരുങ്ങിയ രംഗസജ്ജീകരണം, പാകത്തിന് സംഗീതവാദ്യാഭിനയങ്ങൾ, 2-3 വ്യക്തികൾ ചേർന്ന് നിർവഹിക്കാവുന്ന അവതരണം, അവതരണത്തിനുള്ള സ്ഥലകാലങ്ങളിൽ യാതൊരു നിബന്ധനയും ഇല്ലായ്മ, ഇതൊക്കെയാണ് മറ്റു കലകളെ അപേക്ഷിച്ച് തുള്ളലിനുള്ള മേന്മ. അതുതന്നെയാണ് അതിൻ്റെ പ്രചാരത്തിനും വിജയത്തിനും കാരണമായി ഭവിച്ചതും. വാസ്തവത്തിൽ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം തുള്ളലിലെ കൊട്ടും പാട്ടും വേഷവുമെല്ലാം തൻ്റെ പുതിയ രീതിയിലുള്ള കാവ്യപ്രപഞ്ചത്തിലേക്ക് സഹൃദയരെ വിളിച്ചുകൂട്ടാനുള്ള ബാഹ്യോപാധി മാത്രമായിരുന്നു എന്നു കാണാം. സാമാന്യജനത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളോട് ചിലത് പറയാനുണ്ടായിരുന്നു. അത് ജനങ്ങളെ കേൾപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയും ഉണ്ടായിരുന്നു. പുരാണ കഥകളുടെ വിപ്ലവാത്മകമായ പുനരാവിഷ്കരണമാണ് അദ്ദേഹം ചെയ്തത്. ഇത്തരം നൂതന പ്രവണതകളിലേക്ക് ജനങ്ങളെ പിടിച്ചു കൊണ്ടുവരാൻ എക്കാലത്തും പ്രയാസമാണ്. ഒരിക്കൽ ആസ്വദിച്ചാൽ പിന്നീടവർ എത്തിക്കൊള്ളുമെന്ന് ആ വശ്യവചസ്സിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ചുരുക്കത്തിൽ തുള്ളലിൽ കവിതയ്ക്ക്, അതായത് സാഹിത്യാംശത്തിന് തന്നെയാണ് നമ്പ്യാർ ഊന്നൽ കൊടുത്തത്. സാധാരണക്കാരെ തൻ്റെ കവിതാലോകത്തിലേക്ക് അടുപ്പിക്കാൻ മറ്റു ചില പ്രത്യേകതകൾ കൂടി വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഭാഷാ ലാളിത്യമാണ് അവയിൽ മുഖ്യം. കവിതകൾ കേൾക്കുന്നേരം തന്നെ ചെവിയുള്ളവർക്ക് ആനന്ദം വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. ചിരിപ്പാൻ സംഗതിയുള്ള കവിതകൾ ചൊല്ലിയാൽ കേട്ടിരിപ്പാൻ ആഗ്രഹമുണ്ടാകാം എന്നും, ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും, ആയതല്ലെങ്കിൽ തിരിക്കും എന്നും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ഇത്തരം മുൻധാരണകളും ഉപദർശനങ്ങളുമാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായത്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3 തരത്തിൽ തുള്ളലിനെ തരംതിരിച്ചിട്ടുണ്ട്. ദൃശ്യകലാരൂപത്തിന് മാത്രമേ ഇത് ബാധകമാകുന്നുള്ളൂ. ഉടുത്തുകെട്ട് വേഷങ്ങളിലും ഉപയോഗിക്കുന്ന പദ്യത്തിൻ്റെ വൃത്തങ്ങളിലും അഭിനയ രീതികളിലും ഉള്ള വ്യത്യാസങ്ങളാണ് ഈ വിഭജനത്തിന് കാരണം. ഈ 3 വിഭാഗത്തിൽ വെച്ച് ദൃശ്യഭംഗി ഓട്ടൻ തുള്ളലിനാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഓട്ടൻ തുള്ളലിനാണ് സാർവത്രികമായ പ്രചാരമുള്ളത്. പറയൻ, ശീതങ്കൻ, ഓട്ടൻ എന്നിങ്ങനെ കേരളത്തിലെ ചില ആദിമ നിവാസികളുടെ ജാതിനാമം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തത് എന്ന് AD ഹരിശർമ്മ അഭിപ്രായപ്പെടുന്നു. പേരുകളിൽ നിന്ന് തന്നെ അവയുടെ ഉത്ഭവസ്ഥാനം മനസ്സിലാക്കാം. വക്താവ് പറയനാണെന്ന് പല സ്ഥലങ്ങളിലും നമ്പ്യാർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയൻ തുള്ളലിന് ജാതിനാമവുമായി ബന്ധമുണ്ടെന്ന് പറയാം. എന്നാൽ ശീതങ്കൻ എന്ന പദത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. ശീതക ശബ്ദത്തിന് മന്ദൻ, പലതും പറയുന്നവൻ, ആലശീലമില്ലാത്തവൻ, തണുപ്പൻ എന്നിങ്ങനെ പല അർത്ഥങ്ങൾ ഉണ്ടെന്നും നമ്പ്യാർ സ്വയം മന്ദനെന്നു നടിച്ചുകൊണ്ട് ശീതക ശബ്ദം തുള്ളലിനോട് ചേർത്തതാണെന്നും പറയപ്പെടുന്നു. കേരളത്തിലെ ചില ജാതിക്കാർക്കിടയിൽ ശീതങ്കൻ എന്ന പേര് വ്യക്തികൾക്ക് ഇടുന്നുണ്ട്. ചില സമുദായക്കാർക്കിടയിലുള്ള വിവിധ നൃത്തരീതികളിൽ കുരുത്തോല അലങ്കാരമായി ഉപയോഗിച്ചു കാണാം. ശീതങ്കൻ തുള്ളലിലും തുള്ളൽക്കാർ അണിയുന്ന വേഷം കുരുത്തോല കൊണ്ടുള്ളതാണ്. കുട്ടനാടൻ പ്രദേശങ്ങളിൽ കാണുന്ന
പടയണി എന്ന ആയോധനാ നൃത്തത്തിലെ പ്രധാന പരിപാടിയാണ് ശീതങ്കൻ തുള്ളൽ. അതിനെ നമ്പ്യാർ അനുകരിച്ചതാണ് എന്ന് ഡോക്ടർ കെ.എസ്. നായർ അഭിപ്രായപ്പെടുന്നു. പറയൻ, ശീതങ്കൻ എന്നിവയെ അപേക്ഷിച്ച് വേഗത കൂടുതലുള്ള തുള്ളലാണ് ഓട്ടൻതുള്ളൽ. അതുകൊണ്ടാവാം ഈ പേര് ലഭിച്ചതെന്ന് ചിലർ പറയുന്നു. കണിയാന്മാർ എന്ന പ്രത്യേക വിഭാഗം നടത്തിവരുന്ന കോലൻ തുള്ളലിൽ നിന്നാണ് ഓട്ടൻതുള്ളലിന്റെ ആവിർഭാവം എന്ന് ഡോക്ടർ എസ്.കെ. നായർ പറയുന്നു. ഓട്ടൻതുള്ളലിനെ ഓടനാടുമായും ശീതങ്കൻ തുള്ളലിനെ ശീതങ്കനാടുമായും പറയൻ തുള്ളലിനെ പുറയനാടുമായും ബന്ധമുണ്ടെന്ന് എം.പി. ശങ്കുണ്ണി നായർ അഭിപ്രായപ്പെടുന്നു. ആദ്യകാലങ്ങളിൽ കുഴിത്താളവും തൊപ്പിമദ്ദളവുമാണ് വാദ്യങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്നത്. പിൽക്കാലത്തെ പരിഷ്കൃത ഫലമായി സംഗീതത്തിലും വാദ്യങ്ങളിലും മാറ്റമുണ്ടായി. ശ്രുതിക്കായി ഹാർമോണിയവും തൊപ്പിമദ്ദളത്തിനു പകരമായി മൃദംഗവും ഉപയോഗിച്ചു വരുന്നു. മേളക്കൊഴുപ്പിനായി ഇടയ്ക്കയും ഉപയോഗിക്കാറുണ്ട്. രംഗാവതരണത്തിൽ സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള തുള്ളലിൽ നിരവധി രാഗങ്ങളും മേൽപ്പറഞ്ഞ താളങ്ങളും ഉപയോഗിക്കുന്നു. തുള്ളൽ കഥകളുടെ രചനയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള വൃത്തങ്ങളെയും നടന്റെ വേഷവിധാനങ്ങളെയും ആസ്പദമാക്കി തരംതിരിച്ചിട്ടുള്ള 3 വിധം തുള്ളലുകളിൽ ഒന്നാണ് പറയൻ തുള്ളൽ. പ്രഭാതത്തിലാണ് പറയൻ തുള്ളൽ അരങ്ങേറുന്നത്. മറ്റു തുള്ളലുകളെ അപേക്ഷിച്ച് പറയൻ തുള്ളലിന് പതിഞ്ഞ ഈണവും താളവുമാണ് ഉള്ളത്. മാത്രമല്ല, മറ്റു തുള്ളലുകളേക്കാൾ പ്രയാസം കൂടിയതും പറയൻ തുള്ളലിനാണ്. മല്ലിക എന്ന സംസ്കൃത വൃത്തമാണ് ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. പറയുന്ന രീതിയിലുള്ള പാട്ട് സമ്പ്രദായം പിന്തുടരുന്നതുകൊണ്ടാണ് പറയൻ തുള്ളൽ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഈ കലാരൂപത്തിന്റെ വേഗത വളരെ മന്ദഗതിയിലാണ്. ആംഗ്യങ്ങൾ ഉപയോഗിച്ച് അവതാരകൻ പാട്ടുകളുടെ അർത്ഥം വിശദീകരിക്കുന്നു. ഈ കലാരൂപത്തിൽ നൃത്തം വളരെ കുറവാണ്. സാധാരണയായി പറയൻ തുള്ളലിന്റെ കഥകൾ ആത്മീയ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. സഭാപ്രവേശം, ത്രിപുരാദഹനം, കുംഭകർണവധം, ദക്ഷയാഗം, കീചകവധം, പുളിന്തി മോക്ഷം, പാഞ്ചാലി സ്വയംവരം തുടങ്ങിയവയെല്ലാം ചില മികച്ച പറയൻ തുള്ളലുകളാണ്. സർപ്പഫണവും ശിവലിംഗവുമുള്ള കിരീടമാണ് പറയൻ തുള്ളലിന്റെ പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന പ്രത്യേകത. ദേഹത്ത് മുഴുവൻ ഭസ്മമോ ചന്ദനമോ തേക്കുന്നു. വാലിട്ടു കണ്ണെഴുതും. കൈമെത്ത, അമ്പടി, ഉടുത്തുകെട്ട്, വലതുകാലിൽ വാകച്ചിലമ്പ്, കച്ചമണി എന്നിവയും ധരിക്കുന്നു. നടൻ നാഗപത്തിയോട് കൂടിയ കിരീടമാണ് ധരിക്കുന്നത്. ഉടുത്തുകെട്ടിന് ചുവന്ന പട്ട് വേണം. അതിനു മുകളിൽ മറ്റൊരു തുണി കെട്ടുന്നു. മുഖത്ത് തേപ്പ് കാണുകയില്ല. തലമുടിയിൽ ചുവന്ന പട്ടും തൊങ്ങലും കോർത്തിരിക്കും. കൈകളിലും കഴുത്തിലും മാലയും വളയും അണിഞ്ഞിരിക്കും. പാമ്പിന്റെ പത്തിയുടെ ആകൃതിയിലുള്ള കിരീടം ധരിച്ച് രുദ്രാക്ഷമാലകൾ ധരിക്കും. ഒറ്റക്കാലിലാണ് നൃത്തം. അത് മിക്കവാറും മുറിയന്തട താളത്തിലായിരിക്കും. ഈ തുള്ളൽ പറയരുടെ പഴയ അഭിനയ രീതി പരിഷ്കരിച്ചുണ്ടാക്കിയതാണ്. ചുവന്ന പട്ടും തൊങ്ങലും ചാർത്തുന്നു. ശിവസദൃശമായ വേഷമാണ് പറയൻ തുള്ളൽ കലാകാരൻ്റേത്. പറയൻ തുള്ളലിലെ വേഷത്തിന് ശിവദേവനുമായി സാമ്യമുള്ളതിനാൽ ഭക്തിയാണ് പൊതുവെ പ്രേക്ഷകന് അനുഭവവേദ്യമാകുന്നത്. മറ്റ് തുള്ളൽ കലകൾ പോലെ സമൂഹവുമായി ബന്ധമുള്ള വിഷയങ്ങളല്ല ഇതിൽ അവതരിപ്പിക്കുന്നത്. മറിച്ച് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള കഥകളാണ്. മൃദംഗമാണ് പ്രധാന വാദ്യം. ഉച്ചതിരിഞ്ഞതിനു ശേഷം മാത്രമാണ് പൊതുവെ ശീതങ്കൻ തുള്ളൽ നടത്താറുള്ളത്. തുള്ളൽ അവതരിപ്പിക്കുന്നതിന് 3 പേർ ആവശ്യമാണ്. വേഷം കെട്ടുന്ന നടനാണ് ഒരാൾ. അദ്ദേഹമാണ് തുള്ളൽ കഥ പാടി അഭിനയിച്ച് കാണിക്കുന്നത്. മറ്റൊരാൾ തൊപ്പിമദ്ദളക്കാരൻ. ഇനിയും ഒരാൾ താളക്കാരൻ അഥവാ കൈമണിക്കാരൻ. തുള്ളൽ പകലോ രാത്രിയിലോ അവതരിപ്പിക്കാം. രംഗത്ത് വിളക്ക് വെക്കാറില്ല. വേഗത്തിൽ പാടേണ്ടത് ഓട്ടൻ തുള്ളലിനാണെങ്കിൽ ശീതങ്കൻ തുള്ളലിന് വേഗത കുറച്ച് വേണം പാടാൻ. പതിഞ്ഞ രീതിയിൽ പാടേണ്ടതാണ് പറയൻ തുള്ളൽ. ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. തുള്ളൽക്കാരൻ മുഖത്ത് മഞ്ഞ നിറത്തിലുള്ള പൊടി തേച്ചു മിനുക്കി, തലയിൽ കറുത്ത തുണി കൊണ്ട് കെട്ടി, കണ്ണും പുരുകവും എഴുതി പൊട്ട് തൊട്ട് കുരുത്തോല കൊണ്ടുണ്ടാക്കിയ മെയ്യാഭരണങ്ങളും ധരിച്ചാൽ ശീതങ്കൻ തുള്ളലിന്റെ വേഷമായി. കാലിലെ കെച്ചമണിയും ഓട്ടൻ തുള്ളലിൻ്റേതുപോലെ തന്നെയാണ്. മുഖത്ത് മഞ്ഞ തേച്ച് മിനുക്കാതെയും ചില ദിക്കുകളിൽ ശീതങ്കൻ അവതരിപ്പിച്ചു കാണുന്നുണ്ട്. ശീതങ്കൻ തുള്ളലിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന വൃത്തമാണ്
കാകളി, കല്യാണ സൗഗന്ധികം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിതം തുടങ്ങിയവ ശീതങ്കൻ തുള്ളലിനായി നമ്പ്യാർ രചിച്ച കൃതികളാണ്. നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ശീതങ്കൻ തുള്ളലായിരുന്നു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആദ്യത്തെ കഥ കല്യാണ സൗഗന്ധികമായിരുന്നു. വളരെ വിസ്തരിച്ചുള്ള വേഷവിധാനമാണ് ഓട്ടൻതുള്ളലിനുള്ളത്. മനോഹരമായ വട്ടമുടിയാണ് ശിരസിൽ. അതിനു മുൻപ് കറുത്ത ഉറുമാൽ കൊണ്ട് കൊണ്ടകെട്ടും. മുഖത്ത് പച്ച തേക്കും. കണ്ണും പുരുക്കവും വാലും നീട്ടി എഴുതും. കണ്ണ് ചുവക്കുന്നതിന് ചുണ്ടപ്പൂ ഇടും. കടക കങ്കണങ്ങളും നെഞ്ചുപലകയും പ്രത്യേകമായിട്ടുണ്ട്. കച്ചയും കെച്ചയും രണ്ടു കാലിലും അണിയും. അമ്പലപ്പുഴ കോണകം കൊണ്ടുള്ള ഉടയാടയാണ് ധരിക്കുന്നത്. ഓട്ടൻതുള്ളലിൽ പൊതുവെ ഉപയോഗിച്ച് കാണുന്നത് തരങ്കിണി വൃത്തമാണ്. സ്യമന്തകം, ഘോഷയാത്ര, നളചരിതം, രുക്മിണി സ്വയംവരം തുടങ്ങിയവ ഓട്ടൻതുള്ളലിനായി രചിക്കപ്പെട്ട കൃതികളാണ്. ചടങ്ങുകൾ 3 തരം തുള്ളലിനും ഏതാണ്ട് ഒരുപോലെയാണ്. ഒരു ചെറിയ മദ്ദളവും കൈമണിയുമാണ് മേളം. തുള്ളലിന് മറ്റു കേരളീയ രംഗകലകൾക്കെന്ന പോലെ പ്രത്യേക അരങ്ങ് വേണമെന്നില്ല. പായോ പനമ്പോ താഴെ വിരിച്ച് അതിന്മേലാണ് സാധാരണ തുള്ളുക പതിവ്. മേളക്കാർ നടന്റെ പിന്നിൽ നിൽക്കുന്നു. നടൻ പാടിക്കൊടുക്കുന്നത് ഏറ്റുപാടേണ്ടത് പിന്നിൽ നിൽക്കുന്ന മേളക്കാരാണ്. നടൻ പാടുകയും ആടുകയും വേണം. കഥകളിയിലെ പോലെ വിസ്തരിച്ച് കൈമുദ്ര കാണിക്കുന്ന പതിവ് തുള്ളലിലില്ല. പാട്ടിലെ പ്രധാനപ്പെട്ട ചില പദങ്ങൾ മാത്രമേ ആംഗ്യം കൊണ്ട് അഭിനയിക്കേണ്ടതുള്ളൂ. മേളക്കാർ പാടുമ്പോൾ ഏതെങ്കിലും മുദ്ര പിടിച്ചുകൊണ്ട് നടൻ താളത്തിനൊപ്പം നൃത്തം ചെയ്യണം. ഇപ്പോൾ എല്ലാ സമുദായക്കാരും ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്പ്യാർ സമുദായത്തിന്റെ പാരമ്പര്യ കല എന്ന നിലയ്ക്കാണ് ഇത് വളർച്ച പ്രാപിച്ചത്. കലാകാരന്മാർക്ക് മെയ്വഴക്കം നേടുവാൻ കളരി അഭ്യാസം അനുപേക്ഷണീയമായി കരുതപ്പെട്ടിരുന്നു. എന്നാൽ മെയ്സാധകത്തോടൊപ്പം ചുവടുസാധകം, മുദ്രാസാധകം, മുഖാംഗസാധകം, ചൊല്ലിയാട്ടം എന്നിവയിലൂടെയും ശിക്ഷണം ലഭിച്ചിരിക്കണം. ഒരു ദൃശ്യകലാരൂപം എന്നതിലുപരി സാഹിത്യത്തിലൂടെയുള്ള പരിഹാസവർഷത്തിനും കുറിക്കുകൊള്ളുന്ന നർമ്മോക്തികൾക്കും തുള്ളലിൽ പ്രാധാന്യമുള്ളതിനാൽ തുള്ളൽ സാഹിത്യത്തിലും സംഗീതത്തിലും കലാകാരന്മാർക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നൃത്തം ചവിട്ടിക്കൊണ്ടും പാട്ടുപാടിക്കൊണ്ടും ഹസ്തമുദ്രകളിലൂടെയും ആംഗ്യത്തിലൂടെയും കഥ ചൊല്ലിപ്പോകുന്ന സമ്പ്രദായമാണ് തുള്ളൽ കലയിലുള്ളത്. നൃത്തത്തിന് ചേരും വിധം രചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ തുള്ളലിലെ സംഗീതവും താളപ്രധാനമാണ്. കേരളത്തിലെ തുള്ളൽ കലാരൂപവുമായി ബന്ധപ്പെട്ട സാഹിത്യ പ്രസ്ഥാനമാണ് തുള്ളൽ സാഹിത്യം. നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ ആദ്യമായി അച്ചടിച്ചു പ്രസിദ്ധീകരിക്കപ്പെട്ടത് കൊല്ലവർഷം 1084 കൊല്ലം വിദ്യാഭിവർദ്ധിനി പ്രസിന്റെ ഉടമസ്ഥനായിരുന്ന S.T. റെഡ്ഡിയാരായിരുന്നു പ്രസാധകൻ. ആദ്യം 32 തുള്ളൽ കഥകളുടെ സമാഹാരമായ 1-ാം ഭാഗം അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. പിന്നീട് 2 കൊല്ലം കഴിഞ്ഞ് 26 കഥകളടങ്ങിയ 2-ാം ഭാഗവും പ്രസിദ്ധീകരിച്ചു. പിന്നെ 2 കൊല്ലത്തിന് ശേഷം ഈ 58 കൃതികളും ചേർത്ത് ഒരു സമാഹാരമായി അദ്ദേഹം പ്രസിദ്ധം ചെയ്തു. ആകെ കൂടി 64 തുള്ളൽ കഥകൾ നമ്പ്യാർ എഴുതിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. പക്ഷേ പ്രസിദ്ധീകൃതങ്ങളായ കൃതികളിൽ 42 എണ്ണം മാത്രമേ കുഞ്ചൻ്റേതായുള്ളൂ എന്ന് ഉള്ളൂർ പറയുന്നു. 41 എന്നാണ് ശ്രീ P.K. ശിവശങ്കരപ്പിള്ള പറയുന്നത്. 46 കൃതികൾ നമ്പ്യാരുടേത് തന്നെ ആയിരിക്കാമെന്ന് പ്രസിദ്ധ ഗവേഷകനായ ഡോക്ടർ V.S. ശർമ്മയും അഭിപ്രായപ്പെടുന്നുണ്ട്. തുള്ളൽ കഥകളായി 70 എണ്ണം നമ്പ്യാർ എഴുതിയിട്ടുണ്ടെന്നാണ് സാഹിത്യ പഞ്ചാനനൻ സൂചിപ്പിച്ചിട്ടുള്ളത്. തുള്ളലുകളുടെ സംഖ്യ കുറയുന്നതുകൊണ്ട് നമ്പ്യാരുടെ സ്ഥാനത്തിനോ കലാസാഹിത്യ രംഗങ്ങളിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള മഹനീയതയ്ക്കോ കുറവ് വരുന്നില്ല. തുള്ളൽ കഥകൾ കൂടാതെ മറ്റസംഖ്യം സാഹിത്യകൃതികളുടെ കർത്താവ് കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന കാര്യവും നാം ഓർക്കണം. നമ്പ്യാരുടെ കവിത തികച്ചും സതുദ്ദേശപരമായിരുന്നു. 2 പ്രധാന ലക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒന്ന്, സാധാരണക്കാർക്കു വേണ്ടി അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവരെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ എഴുതുക. 2, ഫലിത പരിഹാസങ്ങളോടുകൂടി സാമൂഹ്യ വിമർശനം നടത്തുക. അങ്ങനെ സമുദായ പരിഷ്കരണം സാധിക്കുക. ഈ 2 ഉദ്ദേശങ്ങൾക്കും അനുസൃതമായിട്ടാണ് അദ്ദേഹം തൻ്റെ ഭാഷയും ശൈലിയും വർണ്ണനകളും അലങ്കാരപ്രയോഗങ്ങളും പാത്രചിത്രീകരണവും മറ്റും നടത്തിയിട്ടുള്ളത്. ഈ വസ്തുത മനസ്സിലാക്കാതെ നമ്പ്യാരുടെ കവിതയെ വിമർശിച്ചിട്ടുള്ളവർ ആ ജനകീയ മഹാകവിയോട് നീതി കാട്ടിയിട്ടില്ലാത്തവരാണ്. സംസ്കൃതത്തോടുള്ള അന്നത്തെ പണ്ഡിത പക്ഷപാതം സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ദോഷം ചെയ്യുന്നതാണെന്നും അവർക്ക് രുചിക്കുന്നതും ദഹിക്കുന്നതും മലയാള പദങ്ങൾ സമൃദ്ധമായിട്ടുള്ള മണിപ്രവാളമാണെന്നും നമ്പ്യാർ മനസ്സിലാക്കിയിരുന്നു. ഇത്തരത്തിൽ ആശയത്തിൽ, ഭാഷാരീതിയിൽ, വർണ്ണനയിൽ, കഥാപാത്ര പ്രതിപാദനത്തിൽ, പ്രകൃതി നിരീക്ഷണത്തിൽ, ജീവിത വിമർശനത്തിൽ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളിലും വ്യക്തമായൊരു ലക്ഷ്യത്തെ
സാമൂഹ്യ പുരോഗതിയെ മുൻനിർത്തി കവിത എഴുതിയ കുഞ്ചന് താൻ സ്വീകരിച്ച എല്ലാ ഉപാധികളും ഏറ്റവും തന്മയമായി, നൂതനമായി, വിപ്ലവാത്മകവും ഹാസ്യാത്മകവുമായി കാണാനും ചിത്രീകരിക്കുവാനും കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ വിജയം. താൻ നേതൃത്വം കൊടുത്ത നൂതന കലയുടെ പ്രചാരണത്തിനായി നമ്പ്യാർ ഒട്ടേറെ പരിശ്രമിച്ചിട്ടുണ്ട്. തൽഫലമായി അക്കാലത്ത് അനേകം തുള്ളൽ കളരികളും കലാകാരന്മാരും ഉണ്ടായി. 100-150 കൊല്ലക്കാലം തുള്ളൽ പ്രസ്ഥാനം കേരളത്തിൽ സജീവമായി നിലനിന്നു. പിന്നീട് പല കാരണങ്ങളാലും അതിന് മങ്ങലേൽക്കാൻ തുടങ്ങി. അടുത്ത കാലത്ത് തുള്ളലിന് കേരളം മുഴുവൻ പ്രചാരം നേടിക്കൊടുത്ത ഒരു ഉന്നത കലാകാരനായിരുന്നു മലബാർ രാമൻ നായർ. അത്രയും ബഹുജന സമ്മതി പിന്നീട് ആർക്കും ലഭിച്ചിട്ടില്ല. എങ്കിലും ചിറക്കടവ് മാധവൻ നായർ, തലവടി പത്മനാഭൻ നായർ തുടങ്ങിയ തുള്ളൽ വിദഗ്ധന്മാർ ആ കലയിലും അധ്യാപനത്തിലും പ്രഗത്ഭരായിരുന്നു. കേരളത്തിൽ അവിടെവിടെയായി കേൾവി കേട്ട ചില തുള്ളൽ കലാകാരന്മാർ ഇപ്പോഴുമുണ്ട്. മറ്റു പല ക്ലാസിക് കലകളെയും പോലെ തുള്ളലും അതിൻ്റെ നിലവാരത്തിലും ഗുണോത്കർഷത്തിലും അനുദിനം അധപ്പതിച്ചു വരികയാണ് എന്നതാണ് ദുഃഖകരമായൊരു സത്യം.